വരെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ 1991 വന്ന ഒരു സമ്പ്രദായമാണത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇത് ഭരണഘടനയ്ക്ക് ശേഷം എക്കണോമിക്സിൽ ധനതത്വശാസ്ത്രത്തിൽ വരുന്ന ഒരു പാർട്ടാണ്. ധനതത്വശാസ്ത്രത്തിൽ നിങ്ങൾക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു ക്ലാസ്സിൽ നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുക. പുത്തൻ സാമ്പത്തിക നയവും ശേഷം ആസൂത്രണ കമ്മീഷനും നീതി ആയോഗ് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്നൊരു കാര്യമാണ്. എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്നൊരു കാര്യമാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. പുത്തൻ സാമ്പത്തിക നയം 1980കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം ഇന്ത്യയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ കാര്യക്ഷമതയില്ലാത്ത നിർവഹണം ഇന്ത്യയെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയുണ്ടായി. 1991 ഇന്ത്യയുടെ വിദേശ കടം കനത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്നു. ആ സമയത്ത് 1991 ഗൾഫ് യുദ്ധം നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നല്ല ധനക്കമ്മി, അതായത് പൈസ കുറവായിട്ട് ഉള്ള അവസ്ഥ, ധനക്കമ്മി അനുഭവപ്പെട്ടു. അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് എന്ന് വന്നത്, സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സര അധിഷ്ഠിതമാക്കുക, അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് വ്യാവസായിക വളർച്ച കൊണ്ടുവരിക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം വരാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞു ഈ സമ്പദ് വ്യവസ്ഥയിലെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം. ഈ ഭരണനിർവഹണം വന്നത് 1980 ശേഷമാണ്. 91 ഗൾഫ് യുദ്ധവും അതേപോലെ 91 വിദേശ കടവും ഇന്ത്യയെ വളരെയധികം ധനക്കമ്മിയിലേക്ക് നയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പുത്തൻ സാമ്പത്തിക നയം വഴി വ്യാവസായിക വളർച്ചയും മത്സര അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് വന്ന വർഷവും ഇത് തന്നെ 1991 തന്നെ. പുത്തൻ സാമ്പത്തിക നയത്തെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഇതെല്ലാം സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് പൊതുവെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിരമാക്കൽ നടപടികൾ, രണ്ടാമത്തത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഒന്നാമത്തത് ഏതാണ്? സുസ്ഥിരമാക്കൽ നടപടികൾ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയും. രണ്ടാമത്തത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയും. രണ്ടും എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ സുസ്ഥിരമാക്കൽ നടപടികൾ. ഈ സുസ്ഥിരമാക്കൽ നടപടിയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്, ഷോർട്ട് ടേം ആണ്. അതൊരു ഹ്രസ്വകാല നടപടികളാണ്. അതേസമയം ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്താണ്? ലോങ് ടേം ആണ്. അതെന്ന് പറയുന്നത് ദീർഘകാല പരിഷ്കാരങ്ങളാണ്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നടപ്പിലാക്കുന്നതിന് ഈ സുസ്ഥിരമാക്കൽ പദ്ധതി ഹ്രസ്വകാല നടപടികൾ, അതായത് ഷോർട്ട് ടേം നടപടികൾ. അപ്പോൾ അതിൽ ആ നടപടികളിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഒന്നാമത് അടവ് സിസ്റ്റത്തിലെ കമ്മി പരിഹരിക്കുക. എന്താണ് അടവ് സിസ്റ്റം? നമുക്ക് EMI പേയ്മെൻ്റ് ഇല്ലേ? EMI പേയ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 24 പേയ്മെൻ്റ് ഉണ്ട്. 20 പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചു, ഇനി 4 പേയ്മെൻ്റ് ഉണ്ട് അല്ലേ? അതിനെയാണ് അടവ് സിസ്റ്റം, അടവിലെ ബാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്മി പരിഹരിക്കുക, അതിലുള്ള കുറവ് പരിഹരിക്കുക. ഇനി അടുത്തത് പണപ്പെരുപ്പം നിയന്ത്രിക്കുക. പണം പെരുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? പൈസയ്ക്ക് മൂല്യമില്ലാതായി പോകും. പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ഇനി വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക. അതായത് മറ്റ് രാജ്യത്തു നിന്നുള്ള ഡോളറുകളോ പൗണ്ടുകളോ അങ്ങനെയുള്ള വിദേശ നാണ്യങ്ങൾ ഇന്ത്യയുടെ സമ്പത്തിൽ ശേഖരണം കൂട്ടുക. ഇനി വിലക്കയറ്റം നിയന്ത്രിക്കുക. വിലക്കയറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ പൈസ തികയാതെ വരുന്ന ഒരു അവസ്ഥ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുസ്ഥിരമാക്കൽ നടപടികളിൽ വരുന്നത്. സുസ്ഥിരമാക്കൽ നടപടി എന്തെന്ന് ചോദിച്ചാൽ, പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് പൊതുവെ എത്രയായിട്ട് തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് സുസ്ഥിരമാക്കൽ നടപടി. സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറയുന്നത് ഷോർട്ട് ടേം കോഴ്സാണ്, ഒരു ഹ്രസ്വകാല കോഴ്സാണ്. ഓക്കെ, ഹ്രസ്വകാലമായിട്ടുള്ള നടപടികളാണ്. അതിൽ അവശിഷ്ട കമ്മി, ബാക്കിയുള്ള പേയ്മെൻറ്റുകൾ അത് തീർക്കുക. അതേപോലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക. പിന്നെ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക.
വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. നമ്മൾ പഠിച്ചു പുത്തൻ സാമ്പത്തിക നയങ്ങളെ രണ്ടായി തരംതിരിക്കാം. അതിൽ ആദ്യത്തെ തരംതിരിവ് പഠിച്ചു. ഇനി ഘടനാപരമായ പരിഷ്കാരങ്ങളാണ് രണ്ടാമത്തെ തരംതിരിവ്. ഇത് ഞാൻ പറഞ്ഞു ലോങ് ടേം പരിഷ്കാരങ്ങളാണ്, അതായത് ദീർഘകാലങ്ങളിലായിട്ട് ഉള്ള നടപടികളാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുത്തൻ സാമ്പത്തിക നയത്തിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ പഠിച്ചു അത് തന്നെയാണ് ഈ ഘടനാപരമായ പരിഷ്കാരങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അതേപോലെ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഒരു മത്സരാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിൽ പോവുക, മറ്റു രാജ്യത്തോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു വലിയ ശക്തിയായി ഉയർത്തി കൊണ്ടുവരിക. ഒന്ന് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, എന്നാലേ നമുക്ക് എക്കണോമിക് സിസ്റ്റം നല്ലപോലെ പോകത്തുള്ളൂ. പിന്നെ മത്സരാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ ലക്ഷ്യം വയ്ക്കുക. ഇത്രയാണ് അതിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ബേസിക്കായിട്ട് കൺസെപ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്ന്, ഇത് ഏത് ഗവൺമെൻറ് കാലത്താണ് ഈ ഒരു സംഭവം വന്നത് എന്ന് പഠിക്കണം. ഏത് ഗവൺമെൻറ് കാലത്താണ് ഇത് വന്നത് എന്നൊരു കാര്യം പഠിക്കണം. PM ആരായിരുന്നു? നമ്മുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവുവിൻ്റെ കാലത്ത്, ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ആ സമയത്ത് മൻമോഹൻ സിംഗിനെ നമ്മൾ പഠിക്കുന്നു. മൻമോഹൻ സിംഗിനെ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി, നമ്മൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ധനകാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ മന്ത്രാലയം. അപ്പോൾ ഈ കേന്ദ്ര ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണ്. പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും കേന്ദ്ര ധനമന്ത്രി മൻമോഹൻ സിംഗും ആയിരുന്നു. ഘടനാപരമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൽ ഉള്ള 3 കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഒന്ന് ഉദാരവൽക്കരണം, അടുത്തത് സ്വകാര്യവൽക്കരണം, അടുത്തത് ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഈ ഉദാരവൽക്കരണത്തിൽ വരുന്നതാണ് ഉദാരവൽക്കരണം കേട്ടോ. നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഉദാരവൽക്കരണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ 3 പേരുകൾ മറക്കരുത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് ഉദാരവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം എന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ്, ഈ പ്രധാന ലക്ഷ്യങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ, അതായത് ഓപ്പൺ സമ്പദ് വ്യവസ്ഥ, തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പോൾ തുറന്ന സമ്പദ് വ്യവസ്ഥ PV നരസിംഹറാവു ആണ് അതിൻ്റെ തുടക്കമിട്ടത് എന്നൊരു കാര്യം പഠിച്ചോണം. ഇനി ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരുകളുടെ നിയന്ത്രണവും സ്വാധീനവും ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടുന്നതും ഗവൺമെൻറ്റിൻ്റെ സ്വാധീനവും പരിമിതപ്പെടുത്തുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം വഴി ലക്ഷ്യമിടുന്നത്. ഇനി ഞാനിവിടെ പറഞ്ഞു നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രണങ്ങളെ, സാമ്പത്തികപരമായിട്ടുള്ള സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നിയോ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നവ ഉദാരവൽക്കരണം. അതായത് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിൻ്റെ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തുക, എന്നാൽ പൂർണ്ണമായി നിരാകരിക്കുന്നതാണ് നവ ഉദാരവൽക്കരണം. ഇന്ത്യയിൽ ഉദാരവൽക്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം പഠിക്കണം, 1985. ഇനി 1991 നമ്മൾ പഠിച്ചു പുത്തൻ സാമ്പത്തിക നയം. ഈ പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചതിന് ശേഷമാണ് കൂടുതൽ സമഗ്രമായ രീതിയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത്. 1985 ഉദാരവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. 1991 സമഗ്രമായ രീതിയിൽ ഉദാരവൽക്കരണം ആരംഭിച്ചു. ഈ 2 വർഷവും വേണമെങ്കിൽ ചോദിക്കാം. NCERT നിർത്തുന്ന പോയിന്റുകളാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഉദാരവൽക്കരണം പ്രധാനമായിട്ട്
ഉദാരവൽക്കരണം പ്രധാനമായിട്ടും നടപ്പിലാക്കിയ മേഖലകൾ ഏതൊക്കെയെന്നാണ് പഠിക്കേണ്ടത്. ഒന്ന്, വ്യവസായ അനുമതി നൽകൽ ആണ് ഒന്നാമത്തെ മേഖല. ഇനി സാങ്കേതിക വിദ്യ നവീകരണമാണ് രണ്ടാമത്തെ മേഖല. കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ ആയിരുന്നു മൂന്നാമത്തെ മേഖല. അടുത്തത് ധനനയം ഒരു മേഖലയായിരുന്നു. വിദേശ നിക്ഷേപം. ഇത്രയാണ് ഈ 5 കാര്യങ്ങളാണ് ഉദാരവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കിയ മേഖലകൾ. ഉദാരവൽക്കരണം നടപ്പിലാക്കിയ മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന്, വ്യവസായ അനുമതി നൽകൽ. അടുത്തത് സാങ്കേതിക വിദ്യയുടെ നവീകരണം, കയറ്റുമതി ഇറക്കുമതി നയം, ധനനയം, വിദേശ നിക്ഷേപം. ഇത്രയാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയ മേഖലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വ്യവസായം, ധനകാര്യം, നികുതി, വിദേശ നാണയം, വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം, ഈ മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ പ്രകടമായതിനെക്കുറിച്ച് പഠിക്കണം. അതിൽ ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ. ഒന്നാമത്തത് വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ. വ്യവസായ മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം മാറ്റപ്പെട്ടു. ധനകാര്യ മേഖലയിലുണ്ടായ പരിഷ്കാരങ്ങൾ. നികുതി പരിഷ്കാരങ്ങൾ വന്നിരുന്നു. ഇനി വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ. ഇത് കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ ഇത് കാണാതെ പഠിച്ചു പോയിട്ടു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഉറപ്പായി ചോദിക്കും. ഇനി വ്യാപാര നിക്ഷേപ നയങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഉദാരവൽക്കരണത്തിൻ്റെ മാറ്റങ്ങളിൽ പ്രകടമായിട്ട് ഉണ്ടായത്. ഇതിലെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന്, ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി മാറ്റത്തിൽ പെടുന്നവ എന്തൊക്കെയാണെന്ന് പഠിക്കണം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ വ്യവസായ മേഖലയിലെ നിയന്ത്രണം എന്ന് പറഞ്ഞത്. അതായത് വ്യവസായ മേഖലയിൽ നിയന്ത്രണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ ഉദാരവൽക്കരണം വഴി വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഒരുപാട് കമ്പോളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഓൺലൈനിൽ പോലും അല്ലാതെയും. അപ്പോൾ അതിലൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയുണ്ടായി. കൂടുതൽ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം പല മേഖലകളിൽ അനുവദിച്ചു. അപ്പോൾ ഒരുപാട് രാജ്യാന്തര കമ്പനികളുമായിട്ട് ബിസിനസ് നടത്താൻ പറ്റി. പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ വ്യവസായവൽക്കരിച്ചു. വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ എന്ത് ചെയ്തു? വ്യവസായവൽക്കരിച്ചു. അപ്പോൾ ഇതിൽ വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റലിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് 91 കാര്യമാണ്. 91 നമ്മുടെ ഈ ലൈസൻസിങ് നിർത്തലാക്കിയത്. അതായത് അതിന് അനുമതി പത്രം എന്നാണ് പറയുന്നത്. ഈ അനുമതി പത്രം നിർത്തലാക്കിയത് 1991. എന്തൊക്കെ കാര്യങ്ങളാണ്? മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം, ഇങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള അനുമതി പത്രം, അതായത് ലൈസൻസിങ് നിർത്തലാക്കി. ആ ഒരു സംവിധാനം, ലൈസൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഉള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നിർത്തലാക്കി. അത് 1991 നിർത്തലാക്കിയത്. ഇത് തുടങ്ങിയ സമയത്ത് തന്നെ. ഉദാരവൽക്കരണ നയങ്ങളുടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം 1991. രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ ഉൽപ്പാദനം, റെയിൽ ഗതാഗതം തുടങ്ങിയവ പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തു. അത് ഈ വ്യവസായ മേഖലയിലുള്ള ഒരു നിയന്ത്രണം മാറ്റലാണ്. അതായത് ഈ രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണവും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ആണവോർജ ഉൽപ്പാദനം, റെയിൽ ഗതാഗതം, ഇതെല്ലാം പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഇടപെടൽ കുറഞ്ഞു. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കി. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ വിപണികൾക്ക് അനുമതി നൽകി. അതായത് ഒരു ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്താൽ അത് വിപണിക്ക് തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റും. ഇനി അടുത്തത് ധനകാര്യ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ്. ധനകാര്യ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും ബാങ്കിനെ, അതായത് റിസർവ് ബാങ്കിനെ സഹായകൻ എന്ന തലത്തിലേക്ക് ചുമതലകൾ മാറ്റി. അപ്പോൾ ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും അതിൻ്റെ ധനകാര്യ മേഖലയുടെ
സഹായകൻ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. പരിഷ്കാര നയത്തിൻ്റെ ഫലമായിട്ട് സ്വകാര്യ ബാങ്കുകളും, അതായത് ഇന്ത്യൻ ബാങ്കുകൾ, വിദേശ ബാങ്കുകളും നിലവിൽ വന്നു. സ്വകാര്യ ബാങ്കുകളും വിദേശ ബാങ്കുകളും ഈ ധനകാര്യ പരിഷ്കാരങ്ങൾ വഴി നിലവിൽ വന്നു. ബാങ്കുകളിലെ വിദേശ നിക്ഷേപത്തിൻ്റെ പരിധി 50% ഉയർത്തിക്കൊണ്ട് വന്നു. അതായത് വിദേശ നിക്ഷേപം കൂട്ടി. റിസർവ് ബാങ്കുമായി കൂടി ആലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതികൾ ബാങ്കുകൾക്ക് നൽകുകയും നിലവിലുള്ള ബ്രാഞ്ചുകാർക്ക് യുക്തിസഹമായ പ്രവർത്തന അനുമതി നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരുപാട് ബ്രാഞ്ചുകൾ ബാങ്കുകളൊക്കെ ഇവിടെ വന്നത്. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, വ്യാപാര ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അടുത്തത് നികുതി പരിഷ്കാരങ്ങൾ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, അതായത് വ്യാപാര ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടിങ്, പെൻഷൻ ഫണ്ടുകൾ, അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതി കിട്ടി. ഇനി നികുതി പരിഷ്കാരങ്ങൾ. പ്രധാന പ്രത്യക്ഷ നികുതികളായ ആദായ നികുതിയും അതേപോലെ കമ്പനി നികുതിയും അതിൻ്റെയൊക്കെ നിരക്കുകൾ കുറച്ചു കൊണ്ടുവന്നു. പ്രത്യക്ഷ നികുതികളുടെ നിരക്കുകൾ കുറച്ചു. സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പരോക്ഷ നികുതി ഘടന പരിഷ്കരിച്ചു. അതായത് കമ്പോളം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ദേശീയ കമ്പോളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരോക്ഷ നികുതിയുടെ ഘടന പരിഷ്കരിച്ചു. 1991 മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചുകൊണ്ടുവന്നു. വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ. അടുത്ത ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൂ വിദേശ വിനിമയ പരിഷ്കാരങ്ങളാണ്. വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. ഇതിൻ്റെ ഫലമായി വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. അപ്പോൾ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നാണ്യം പ്രവഹിക്കുവാൻ വേണ്ടി വിദേശ കറൻസിയോടൊപ്പം താരതമ്യം ചെയ്തു ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനങ്ങൾ തുടങ്ങി. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. അതായത് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കും വിദേശ നാണ്യത്തിൻ്റെ പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ. ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായി ഇല്ലാതാക്കി. ഇറക്കുമതി ചെയ്യുന്നതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു, അത് ഇല്ലാതാക്കി. അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കും ഇറക്കുമതി പത്രം ഇല്ലാതാക്കി. ഒരുപാട് എന്ത് ചെയ്തു? ഓപ്പണായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ആ സമയത്തെ ലക്ഷ്യം. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഈ ഗ്ലോബലായിട്ടുള്ള ട്രേഡിങ്ങിൽ, വേൾഡ് വിപണിയിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കയറ്റുമതി ചുങ്കം ഇല്ലാതാക്കി. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ടാക്സ് കൊടുക്കേണ്ടി വന്നില്ല. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വകാര്യവൽക്കരണം. നമ്മളിപ്പോൾ പഠിച്ചത് ഉദാരവൽക്കരണമാണ്. ഇനി സ്വകാര്യവൽക്കരണം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാനുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെടൽ നിർത്തലാക്കുന്നത് തന്നെയാണ്. സ്വകാര്യവൽക്കരണമാകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ? വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലാണ്. അതൊന്ന് പഠിച്ചാൽ മാത്രം മതി, തിരിഞ്ഞു പോകില്ല. എന്താണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം? ചോദിക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് തന്നെ വിൽക്കുന്നതിനെയാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് തന്നെ കൈമാറുക.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണമോ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് തന്നെ കൈമാറുക. അതായത് ഗവൺമെൻറ് പോയി ഇടപെടാതെ അത് പ്രൈവറ്റൈസ് ചെയ്യുക എന്നതായിരുന്നു ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ സ്വകാര്യം. ആദ്യം തന്നെ കിട്ടും സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ഗവൺമെൻറ് കമ്പനികളെ രണ്ട് രീതിയിലാണ് സ്വകാര്യ കമ്പനികളാക്കി മാറ്റിയിരുന്നത്. അതൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവ ഗവൺമെൻറ്റിൽ നിന്ന് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, പ്രൈവറ്റൈസ് ചെയ്യുക. അത് തന്നെയാണ് രണ്ട് തരത്തിൽ മാറ്റം വരുത്തിയത്. സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചിരിക്കണം. സാമ്പത്തിക അച്ചടക്കം, ആധുനിക വൽക്കരണം കൊണ്ടുവരിക, സ്വകാര്യ മൂലധനം, മികച്ച മാനേജ്മെൻറ്റ് എന്നിവ പൊതുമേഖലയിലൂടെ വികസനത്തിനായിട്ട് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക, രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്വകാര്യവൽക്കരണത്തിലൂടെ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഉദാരവൽക്കരണത്തിലും പ്രധാനമായിട്ട് വരുന്നത്, അല്ലേ? ഇനി എന്താണ് നിക്ഷേപ വിൽപ്പന? നിക്ഷേപ വിൽപ്പന എന്തെന്ന് പഠിക്കണം. നിക്ഷേപ വിൽപ്പന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും അറിയപ്പെടുന്നതാണ് നിക്ഷേപ വിൽപ്പന. അപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതും അവയുടെ ഓഹരി വിപണനവുമാണ് നിക്ഷേപ വിൽപ്പന എന്നറിയപ്പെടുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ സ്വകാര്യവൽക്കരണവും അവയുടെ ഈ ഓഹരി വിപണനവും നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്? നിക്ഷേപ വിൽപ്പന. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ധനമന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിന് ഇപ്പം നിലവിൽ അറിയപ്പെടുന്നത് DIPAM, ഡിപാം എന്നാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. ഇത് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത പഠിക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ്, ഡിപാം എന്നറിയപ്പെടുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഇക്വിറ്റിയുടെ ഓഹരി വിറ്റഴിക്കൽ ഉൾപ്പെടെ ഇക്വിറ്റിയിൽ കേന്ദ്ര ഗവൺമെൻറ് നിക്ഷേപങ്ങളുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഡിപാമാണ്. ഡിപാമിന് 3 പ്രവർത്തന മേഖലകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, തന്ത്രപരമായ നിക്ഷേപം, അതേപോലെ സ്വകാര്യവൽക്കരണവും. തന്ത്രപരമായ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും. ന്യൂനപക്ഷ ഓഹരി വിൽപ്പന, സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൈവറ്റൈസേഷൻ. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തത് മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽസ്. മൂന്നാമത്തത് മൂലധന പുനഃക്രമീകരണം, ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. അപ്പോൾ തന്ത്രപരമായ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും, അതേപോലെ ന്യൂനപക്ഷ ഓഹരി വിൽപ്പന, ഇനി മൂലധന പുനഃക്രമീകരണം. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ ഡിപാമിൻ്റെ. ഡിപാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ നിക്ഷേപ വിൽപ്പനകളെ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ഓക്കെ. അപ്പോൾ ഈ വിൽപ്പനയ്ക്കുള്ള ഓഫർ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മറ്റേതെങ്കിലും മോഡ് വഴി കേന്ദ്ര ഗവൺമെൻറ് ഇക്വിറ്റിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നു. ധനമന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു വകുപ്പായിട്ട് തന്നെ ഡിപാം പ്രവർത്തിക്കുന്നു. ഒരു സ്ഥാപനം മാത്രമല്ല, ഒരു വകുപ്പ് സെക്ഷനായിട്ട്, ഉപവകുപ്പ് സെക്ഷനായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും ഡീപ്പ് ലെവലിൽ ചോദിക്കില്ല, പക്ഷേ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനും ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫുൾ പോയിന്റ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇപ്പം +2 ലെവൽ പരീക്ഷയ്ക്ക് പോലും ഡിഗ്രി ലെവൽ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ആഗോളവൽക്കരണമാണ് അടുത്ത പഠിക്കേണ്ടത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആഗോളവൽക്കരണമാണ് അടുത്ത് ഇനി പഠിക്കാനുള്ളത്. മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം. അപ്പോൾ ആഗോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കപ്പെടുന്നു. എന്താണ് വ്യാപിക്കപ്പെടുന്നത്? മൂലധനവും നിക്ഷേപവും. മൂലധനവും, അതായത് മൂലധനം, സാങ്കേതിക വിദ്യ, അതേപോലെ പ്രോഡക്റ്റ്. മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം. ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ 3 കിട്ടും. ഈ നമ്മൾ പഠിച്ച ഉദാരവൽക്കരണം, നവ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും.
മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് പറയുന്നു? ആഗോളവൽക്കരണം. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ന് പറഞ്ഞാൽ ആഗോളം, ഗ്ലോബൽ, അത് കിട്ടും അല്ലേ? അങ്ങനെ വെച്ച് പഠിച്ചോളാം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയായിട്ട് സംയോജിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? ആഗോളവൽക്കരണം എന്ന് പറയപ്പെടുന്നു. ഇനി നമുക്കിതിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പുറം പണിക്കാരൻ എന്താണെന്നാണ്. പുറം പണിക്കാരൻ പരീക്ഷയ്ക്ക് ഇപ്പോൾ അടുത്തിടെ ചോദിച്ചതാണ് NCERT. പുറം പണിക്കാരൻ വൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ഈ പുറം പണിക്കാരൻ എന്ന് പറയുന്ന ടേം. ഒരു കമ്പനിക്ക് പഴയ കാലങ്ങളിൽ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ, അതായത് നിയമ ഉപദേശം, കമ്പ്യൂട്ടർ സേവനം, പരസ്യം, സുരക്ഷ തുടങ്ങിയ കമ്പനികളുടെ അതാത് വിഭാഗങ്ങളാണ് നൽകിയിരുന്നത്. ഇപ്പോൾ അത് പുറത്തു നിന്നും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇതിനെയാണ് പുറം പണിക്കാരൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന സേവനങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ കമ്പനിയുടെ ബേസിസിൽ നൽകിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് രാജ്യത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് പുറം പണിക്കാരൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്ത് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ ഇപ്പോൾ പുറത്ത് നിന്നും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. ഇതിനെ പുറം പണിക്കാരൻ എന്ന് പറയുന്നു. അതായത് നിയമ ഉപദേശം, കമ്പ്യൂട്ടർ സേവനം, പരസ്യം, സുരക്ഷ എന്നിവ കമ്പനിയുടെ അതാത് വിഭാഗങ്ങളാണ് നൽകിയിരുന്നത്. ഇപ്പോൾ അത് പുറത്തു നിന്നും അവർ ആശ്രയിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അതിനെയാണ് പുറം പണിക്കാരൻ എന്ന് പറയുന്നത്. സേവനങ്ങൾ പുറത്ത് രാജ്യത്ത് നിന്നും ലഭ്യമാക്കുന്നു. ലോകത്ത് കൂടുതൽ പരസ്പര ആശ്രയമത്വമുള്ള കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണിത ഫലമാണ് ആഗോളവൽക്കരണം. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യവുമായിട്ട് കണക്ഷൻ വരുന്ന ഒരു പരിപാടി. വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം, പ്രത്യേകിച്ചും വിവരസാങ്കേതിക വിദ്യയുടെ വികസനം, പ്രധാനമായും കമ്പ്യൂട്ടർ, ഒരു ഇൻ്റർനെറ്റ്, അതൊക്കെ ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറം പണിക്കാരനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലങ്ങൾ. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. പുറംവാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. തൊഴിൽ രഹിത വളർച്ച നിലനിർത്തുന്നു. എന്താണ് തൊഴിൽ രഹിത വളർച്ച? അത് നമുക്ക് അവസാനം ഇതിൽ പഠിക്കാനുള്ളതാണ്. അത് അടുത്ത ദാരിദ്ര്യം എന്ന് പറയുന്നൊരു ടോപ്പിക്കിലാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ GDP വളർച്ച, അതായത് തൊഴിൽ വളർച്ചയും തമ്മിലുള്ള ആ അന്തരം വർദ്ധിക്കുകയും തൊഴിൽ വളർച്ചയും അതേപോലെ GDP വളർച്ചയും അത് തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാതെ കൂടുതൽ ചരക്ക് സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് തൊഴിൽ രഹിത വളർച്ച. തൊഴിലവസരം കുറയും, പക്ഷേ വളർച്ച എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് തൊഴിൽ രഹിത വളർച്ച എന്ന് പറയുന്നത്. തൊഴിൽ രഹിതമായിട്ട് നിന്നുകൊണ്ടും വളർച്ചയിൽ കുറവൊന്നും വരാത്ത ഒരവസ്ഥ. ഇനി കമ്പോളത്തെക്കുറിച്ച് പഠിക്കുകയാണ്. കമ്പോളവൽക്കരണം എന്നാൽ എന്ത്? കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് നവ ഉദാരവൽക്കരണമാണ്. പഠിച്ചോണം, നവ ഉദാരവൽക്കരണമാണ് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവം. കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവം ഏതാണ്? നവ ഉദാരവൽക്കരണമാണ്. അപ്പം കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിൽ മാത്രമേ ലഭ്യമാവൂ എന്നൊരു പ്രവണതയാണ് ഈ കമ്പോളവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. എല്ലാം കമ്പോളത്തിലേക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കമ്പോളമാണ് എല്ലാം എന്ന രീതിയിലുള്ള ഒരു കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞാൽ കമ്പോളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ആശയം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നവ ഉദാരവൽക്കരണമാണ്. സർക്കാരിൻ്റെ ഇടപെടലിൽ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ആ ഒരു പ്രക്രിയയാണ് നവ ഉദാരവൽക്കരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്പോളവൽക്കരണം വന്നത്. കമ്പോളത്തിൽ മാത്രമാണ് എല്ലാം ലഭ്യമാകുന്നത് എന്നൊരു പ്രവണത. അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ലാഭം തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. എന്താണ് ബിൽഡ് ഓപ്പറേറ്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? BOT റോഡ്, പാലം എന്നീ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുന്ന മുതൽ മുടക്കുകൾക്ക് ടോൾ പിരിവിലൂടെ ഈ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുകയും പിന്നീട് അത് സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. റോഡും പാലമൊക്കെ പ്രൈവറ്റൈസായിട്ട് ചെയ്തിട്ട് അതിൽ നികുതി പിരിവ്, അതായത് ടോൾ പിരിച്ച് അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്നു. അതിനുശേഷം അത് ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്ന രീതിയാണ് BOT അല്ലെങ്കിൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അതേപോലെ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്താണെന്ന് പഠിക്കണം. അതായത് സർക്കാരും ഒരു സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ സർക്കാരും പാർട്ണർഷിപ്പിൽ സ്വകാര്യ കമ്പനിയുമായിട്ട് ചേർന്ന് ഒരു
സംരംഭം ആരംഭിക്കുകയും അതിലെ ലാഭം അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തോ അതനുസരിച്ച് ഷെയർ ചെയ്യുന്നു. അതിനെ PPP എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാലാണ്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതാണ് അതിന് ഉദാഹരണം, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഉദാഹരണം. ഇത്രയാവുമ്പോഴത്തേക്ക് ഈ പുത്തൻ സാമ്പത്തിക നയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പഠിക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗിനെയും കുറിച്ചാണ്. പ്ലാനിംഗ് കമ്മീഷനെയും നീതി ആയോഗിനെയും കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? അത് പഠിച്ചു പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വേശ്വരയ്യയെക്കുറിച്ചാണ്. വിശ്വേശ്വരയ്യറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അയ്യാന്നേ ഉള്ളൂ കേട്ടോ, വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. അതേപോലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാര് എന്ന് ചോദിച്ചാലും ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ 15 ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നു. പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആരുടെ കൃതിയാണ്? അത് വിശ്വേശ്വരയ്യയുടെയാണ്. വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞാൽ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്. എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്നു. പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഓക്കെ, അടുത്തത് സാമ്പത്തിക വളർച്ച, അതേപോലെ സ്വാശ്രയത്വം, സമത്വം, ആധുനികവൽക്കരണം. ഇതൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്കൂൾ ടെസ്റ്റ്. സാമ്പത്തിക വളർച്ച, അതേപോലെ സമത്വം, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, ഇതിത്രയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ സാധന സേവന ഉൽപ്പാദന വർധനവാണ് സാമ്പത്തിക വളർച്ച. ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത വരുത്തുക, അതിൽ തന്നെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യമാണ് ഈ സ്വാശ്രയത്വം കൊണ്ട് ഉന്നമിക്കുന്നത്. വിദേശ ആശ്രയത്വം ഇല്ലാതെ സ്വയം പര്യാപ്തത വരുത്തുക. ഏതൊക്കെയാണ്? കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലുമൊക്കെ. ഇതിനെയാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. സമത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സമത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യ പരിരക്ഷ ഇവയിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുന്നതാണ് സമത്വം. എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ ലഭ്യമാവുക, അടിസ്ഥാന സൗകര്യങ്ങളും സമ്പത്തും. ഇത്രയാണ് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് 1931 INC സമ്മേളനം കറാച്ചിയിൽ വെച്ചാണ് നടന്നത്. അന്ന് സർദാർ വല്ലഭായ് പട്ടേലാണ് INCയുടെ പ്രസിഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂഷണവും മുരടിപ്പും. എന്താണ്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്തത്. കൗൺസിലും ഉണ്ട്, കമ്മിറ്റിയും ഉണ്ട്. കൗൺസിൽ വന്നാൽ 65 നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. അപ്പം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്നത് 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. അത് രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്തത്, അതും ചോദിച്ചിട്ടുണ്ട്. നേതൃത്വം നൽകിയതായിരുന്നു വെച്ചാൽ നേതാജിയാണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. കാരണം ആ സമയത്ത് INC പ്രസിഡന്റ് ഹരിപുരയിൽ ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്. 1946 ഒരു കാര്യം പഠിക്കാറുണ്ട്. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചത്. 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ KC നിയോഗിയാണ്. അഡ്വൈസറി പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 1946 സെപ്റ്റംബർ 2 വന്ന ഇടക്കാല ഗവൺമെൻറ്റാണ് ഇത് രൂപീകരിച്ചത്. 44 കാര്യം. 44 ഗാന്ധിയൻ പദ്ധതിക്ക് തുടക്കമിട്ടത് അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? SN അഗർവാൾ, ശ്രീമാൻ നാരായൺ അഗർവാൾ.
ശ്രീനാരായൺ അഗർവാളാണ് ഗാന്ധിയൻ പദ്ധതിയുടെ വക്താവ്. 44. ഇത് തിരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ചോദിച്ചാൽ JC കുമരപ്പയാണ്. JC കുമരപ്പയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ JC കുമരപ്പയാണ്. മറന്നുപോലെ ഗാന്ധിയൻ പദ്ധതി 44 1944 SN അഗർവാൾ ശ്രീനാരായൺ അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ JC കുമരപ്പയാണ്. ഓക്കെ, ഇനി 44 വന്ന മറ്റൊരു കാര്യം പഠിക്കാനുണ്ട്. 44 വന്ന മറ്റൊരു കാര്യം പഠിക്കാനുണ്ട്. 44 PDD. ഓക്കെ, അതായത് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകിയത് അർദേശിർ ദലാലാണ്. അർദേശിർ ദലാൽ, ദലാൽ. 44 ഈ സംഭവം വന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1944 സ്ഥാപിച്ചതാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിന് നേതൃത്വം നൽകിയത് അർദേശിർ ദലാലാണ്, ദലാൽ. അത് 46 പിരിച്ചുവിട്ടു. 45 MN റോയ് കൊണ്ടുവന്ന സമ്പ്രദായം പഠിക്കണം. 45 MN റോയ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നു. പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണം. പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് 45 MN റോയിയാണ്. 1950 സർവോദയ പദ്ധതി കൊണ്ടുവന്നതും ആരാണ്? 1950 സർവോദയ പദ്ധതി കൊണ്ടുവന്നതും ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ. അപ്പോൾ MN റോയ് 45 ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ജനകീയ ആസൂത്രണം പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നു. 50 സർവോദയ പദ്ധതി കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ. മാറിപ്പോകല്ലേ. ഇനി അടുത്തത് ബോംബെ പ്ലാനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബോംബെ പ്ലാൻ എന്താണ്? ബോംബെ പ്ലാൻ 1944 ഈ സംഭവം. 1944 ബോംബെ പ്ലാൻ. 1944 ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രമുഖ 8 വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയതാണ് ബോംബെ പ്ലാൻ. ഇതിനെ അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ. എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബോംബെ പ്ലാനാണ്. 8 വ്യവസായികൾ ചേർന്ന് 44 സാമ്പത്തിക ആസൂത്രണം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്ലാനാണ് ബോംബെ പ്ലാൻ. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? അർദേശിർ ദലാലാണ്. നേരത്തെ പഠിച്ച 44 വന്ന പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 46 പിരിച്ചുവിട്ടു. അതിൻ്റെ ചെയർമാനായ അർദേശിർ ദലാൽ തന്നെയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. ഇതിലുള്ള 8 വ്യവസായികളൊന്ന് പഠിച്ചിരിക്കുക. JRD ടാറ്റ, JD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ശ്രീറാം, MD ഷിറോഫ്, കസ്തൂർബായി ലാൽബായ്, ജോൺ മത്തായി, അർദേശിർ ദലാൽ. അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ചോദിച്ചാൽ ജോൺ മത്തായിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി എന്ന പ്രതീക്ഷയിൽ ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ഇതിൻ്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇതൊരു ഉപദേശക സമിതിയാണ്, അഡ്വൈസ് നൽകുന്ന സമിതിയാണ്, അഡ്വൈസറി കമ്മിറ്റിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇതൊരു ഉപദേശക കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാനിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനാണ് 5 ഇയർ പ്ലാൻസിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. ഇതിനറിയപ്പെടുന്ന മറ്റ് പേരുകൾ പഠിക്കുക. സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു, സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു, സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു. ഈ 4 പേരിൽ അറിയപ്പെടുന്നതും എന്താണ്? കാണാതെ പഠിക്കേണ്ടതാണ്. പ്ലാനിംഗ് കമ്മീഷനാണ്, സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്. സമാന്തരം, സൂപ്പർ, സാമ്പത്തിക ക്യാബിനറ്റുകൾ അതേപോലെ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നും അറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഒരു നോളജ് പ്ലസ്, അതായത് കുറച്ച് അധിക വായനയ്ക്ക് പഠിച്ചു വച്ചിരിക്കുക. അന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഡോക്ടർ നർത്തകി നടരാജ് തമിഴ്നാട്ടിലെ ഒരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ ആരെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് അംഗമായത്. ആരാണ് അത്? ഡോക്ടർ നർത്തകി നടരാജാണ്.
ഇനി ഇതേപോലെ ഈ എന്താണ് ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ച പോലെ ദേശീയ വികസന സമിതിയും നമുക്ക് പഠിക്കാനുണ്ട്. ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇത് സ്ഥാപിതമായത് 52 ഓഗസ്റ്റ് 6-നാണ്. 52 ഓഗസ്റ്റ് 6-നാണ്. ഇതും പഠിക്കണം. 50 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ. 52 ഓഗസ്റ്റ് 6-ന് NDC വന്നു. എന്താണ് 5 ഇയർ പ്ലാനിന് രൂപരേഖ നൽകുന്നത് പ്ലാനിംഗ് കമ്മീഷനാണെങ്കിൽ 5 ഇയർ പ്ലാനിന് എന്ത് ചെയ്തത്, അംഗീകാരം, പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് NDC ആണ്. ഇത് രൂപീകരിച്ച് നമ്മൾ പറഞ്ഞു 1952 ഓഗസ്റ്റ് 6. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് നവംബർ 8ഉം 9ഉമാണ്. 1952 നവംബർ 8ഉം 9 തീയതികളിൽ ആദ്യത്തെ സമ്മേളനം നടന്നു. അതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും അധ്യക്ഷൻ. NDCക്ക് പകരമായിട്ട് ഇപ്പം രൂപം കൊണ്ടതാണ് ഗവേണിംഗ് കൗൺസിൽ. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ആസൂത്രണ കമ്മീഷന് പകരം വന്നത് നീതി ആയോഗ്. അത് രണ്ടുമാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇനി ഇതിൽ NPC പഠിക്കണം കേട്ടോ. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965-ആണ്. കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആണെങ്കിൽ 1938, കൗൺസിലാണെങ്കിൽ 65. തിരിഞ്ഞു പോകരുത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേരള ആസൂത്രണ ബോർഡാണ്. കേരള ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിലാണ്. അതിൻ്റെ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? CM ആണ്. കേരളത്തിൻ്റെ ആദ്യത്തെ പ്രഥമ അധ്യക്ഷൻ അപ്പോൾ ആരായിരിക്കും? അത് EMS ആണ്. ഉപാധ്യക്ഷൻ MK ഹമീദാണ്. ഇപ്പോൾ നിലവിൽ പിണറായി വിജയനും ഉപാധ്യക്ഷൻ പ്രൊഫസർ VK രാമചന്ദ്രനുമാണ്. ഇനി പഠിക്കാനുള്ളത് നീതി ആയോഗ്. ഇമ്പോർട്ടൻ്റ്. നീതി ആയോഗ് എന്തിനു പകരം വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ്. ആസൂത്രണ കമ്മീഷന് പകരം വന്നത് നീതി ആയോഗ്. എന്നാൽ ഗവേണിംഗ് കൗൺസിലാണ് ഏതിന് പകരം വന്നത്? NDC, ദേശീയ വികസന കമ്മീഷന് സമിതിക്ക്, കൗൺസിലിന് പകരം വന്നത് നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം പഠിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് 2015 ജനുവരി 1. 2015 ജനുവരി 1-നാണ് ഏത് വന്നത്? നീതി ആയോഗ് വന്നത്. പഠിക്കേണ്ട ഡേറ്റാണ്. നീതി ആയോഗും ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. നീതി ആയോഗിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പഠിക്കാനുണ്ട്. ഇതൊരു ഉപദേശ തിങ്ക് ടാങ്ക് സമിതിയാണ്. ഒരു ഉപദേശ തിങ്ക് ടാങ്ക് സമിതിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലുടനീളം പ്രസക്തമായതും തന്ത്രപരവുമായ സാങ്കേതികമായ ഉപദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ സർക്കാരുകൾക്ക് നൽകുകയും ഒരു ഉപദേശ തിങ്ക് ടാങ്കായിട്ട് നീതി ആയോഗ് പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് സഹകരണ ഫെഡറലിസം വളർത്തുക എന്ന ലക്ഷ്യം. സഹകരണ ഫെഡറലിസം വളർത്തുക. ഈ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇതൊക്കെ. തിങ്ക് ടാങ്ക്, ഉപദേശ തിങ്ക് ടാങ്ക്, സഹകരണ ഫെഡറലിസം വളർത്തുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് ആസൂത്രണത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എന്ന സമീപനമാണ് നീതി ആയോഗ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ആസൂത്രണവുമായി ബന്ധപ്പെട്ട നയപദ്ധതികൾ വികസിപ്പിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് എക്സ്ട്രാ ഫാക്റ്റ് ഉണ്ട്. അത് ഒന്ന് വായിച്ചിരിക്കാനുള്ളതാണ്. നോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ടെലിഗ്രാം ചാനലിൽ ഈ നോട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഫണ്ട് അനുമതി ആർക്കില്ല? ഈ നീതി ആയോഗിന് ഫണ്ടിനുള്ള അനുമതി ഇല്ല. മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ നീതി ആയോഗിന് അധികാരമില്ല. പക്ഷേ പഴയ ആസൂത്രണ കമ്മീഷന് അധികാരം ഉണ്ടായിരുന്നു. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലുള്ള ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ആണ്. 1. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ അപ്പോൾ ആരായിരുന്നു? 2015 ജനുവരി 1 നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ആളോ അദ്ദേഹം തന്നെ. ഇനി നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇന്ത്യ ദി എമർജിങ് ജയൻറ്റ്. രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു രാജീവ് കുമാർ. നിലവിലെ ഉപാധ്യക്ഷനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുമൻ കെ ബറിയാണ്. ആദ്യത്തെ CEO സിന്ധു ശ്രീ ഖുള്ളറാണ്. ഇപ്പം നിലവിൽ BVR സുബ്രഹ്മണ്യം. ഇതെല്ലാം കറണ്ട് അഫയർ ഫാക്റ്റായിട്ടും ഉപയോഗിക്കപ്പെടും.
2015 ഫെബ്രുവരി 8-നാണ് ടീം ഇന്ത്യ, അതായത് ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നത് 2015 ഫെബ്രുവരി 8-ന് നടന്ന നീതി ആയോഗിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് അല്ലെങ്കിൽ സമ്മേളനമാണ്. നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് പഠിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലെയും CMമാർ വരും, മുഖ്യമന്ത്രിമാരെല്ലാം വരും. എല്ലാ കേന്ദ്രഭരണ പ്രദേശത്തെയും ലഫ്റ്റനൻറ്റ് ഗവർണർമാർ വരും. ഇനി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഉപ അധ്യക്ഷൻ ഉണ്ടാവും. പിന്നെ 5 സ്ഥിര അംഗങ്ങളും 5 അനൗദ്യോഗിക അംഗങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് കാണും, പ്രത്യേക ഇൻവൈറ്റീസ്. അത് 2018 ജൂൺ 7-ന് വന്ന ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ CEO ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് CM? എല്ലാ സംസ്ഥാനത്തെ CM, ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നും ഉപാധ്യക്ഷൻ പ്രധാനമന്ത്രി നിയമിക്കുന്ന ആൾ, പിന്നെ 5 സ്ഥിരം അംഗങ്ങൾ, 5 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടാവും 2018 ജൂൺ 7-ന് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം. പിന്നെ CEO ഉണ്ട്. ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇനി അടുത്തത്, ഇപ്പോൾ നിലവിലുള്ള ഫുൾ ടൈം മെമ്പേഴ്സ് ആരൊക്കെയെന്ന് പഠിക്കണം. VK സരസ്വത്, രമേശ് ചന്ദ്, VK പോൾ, ഡോക്ടർ അരവിന്ദ് വീർമണി. കൂടാതെ അനൗദ്യോഗിക മെമ്പേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് ഇവരൊക്കെ. ഇതെല്ലാം ആരായിരിക്കും? കേന്ദ്രമന്ത്രിമാരായിരിക്കും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. പിന്നെ പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള നീതി ആയോഗിൽ താൽക്കാലിക അംഗങ്ങൾ വരും. ടെമ്പററി അംഗങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഗവേഷണ സ്ഥാപനങ്ങളിലുള്ള പ്രവർത്തകരും അതേപോലെ യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റാഫുകളും. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEOയെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്വയംഭരണ അധികാര സ്ഥാപനമാണ് ഈ NILERD എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഫുൾ നെയിം. ഇനി എന്താണ് SAT-E? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച PYQ ആണ്. SAT-Eയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റ് നീതി ആയോഗാണ് നടപ്പിലാക്കുന്നത്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ് SAT-E. സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾക്ക് 3 റോൾ മോഡൽ സംസ്ഥാനങ്ങളെ കണ്ടെത്തുകയും നിർമ്മിക്കുന്നതിനുമായിട്ട് 2017 ഇത് ആവിഷ്കരിച്ചു. 3 റോൾ മോഡൽ സ്റ്റേറ്റുകളെ കണ്ടുപിടിക്കും. ഇതേ പ്രകാരം 2020 3 കണ്ടുപിടിച്ചു. ഏതാണ്? മോജി എന്നാണ് കോഡ്. മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്. ഈ മോജ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ എന്തൊക്കെയാണ് മറ്റേ ഈ റീൽസൊക്കെ ചെയ്യുന്ന കണക്കത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതങ്ങ് വെച്ചും കാണാതെ പഠിച്ചാൽ മതി. മോജ് ആണ് കോഡെന്നങ്ങ് പഠിച്ചാൽ മതി. മോജ്, മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്. 2020 വന്ന ഈ SAT-Eയുടെ 3 റോൾ മോഡൽ സംസ്ഥാനങ്ങൾ. 2020 ഒക്ടോബർ തൊട്ട് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അവർ കൊണ്ടുവന്നു. SAT-E 2.0 എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ താരതമ്യ പഠനമാണ്. അതായത് നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരും. ഒന്ന്, അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെയും ആസൂത്രണ കമ്മീഷൻ്റെയും അധ്യക്ഷൻ ആര് തന്നെ? പ്രധാനമന്ത്രി തന്നെ അല്ലേ. ഇനി ഭരണസമിതിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നീതി ആയോഗിൻ്റെയാണ് ഗവേണിംഗ് കൗൺസിൽ. ഇനി ആസൂത്രണ കമ്മീഷനാണെങ്കിൽ എന്താണ്? NDC. അതിലുള്ള ആൾക്കാർ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലാണെങ്കിൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്, മുഖ്യമന്ത്രി വരുന്നുണ്ട്, ലഫ്റ്റനൻറ്റ് ഗവർണർമാർ വരുന്നുണ്ട്, പ്രത്യേക ക്ഷണിതാക്കളായ സ്പെഷ്യൽ ഇൻവൈറ്റീസ് വരുന്നുണ്ട്. NDCയിലാണെങ്കിൽ പ്രധാനമന്ത്രി, കേന്ദ്ര മന്ത്രിസഭ വരുന്നുണ്ട്, മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ വരുന്നു, പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങളും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊന്നും കാണാതെ പഠിച്ചേക്കണം. നോട്ട് ലഭ്യമാക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് നോട്ട് കയറി നോക്കാൻ പറ്റും. ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലാണെങ്കിൽ നീതി ആയോഗിൽ ആരാണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്? അത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ ക്യാബിനറ്റാണ് ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. ഇനി അനൗദ്യോഗിക അംഗങ്ങളെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നെടുക്കും. ആസൂത്രണ മന്ത്രിയാണ് അനൗദ്യോഗിക അംഗമായിട്ട് ഏതിൽ വരുന്നത്? ആസൂത്രണ കമ്മീഷനിൽ വരുന്നത്. ഇനി ഓഫീസ് മാനേജ്മെൻറ്റ്, അത് അതിനുവേണ്ടി CEO ഉണ്ട് അല്ലേ. നീതി ആയോഗിൽ CEO ഉണ്ട്. എന്നാൽ ആസൂത്രണ കമ്മീഷനിൽ ആരാണ്? ആസൂത്രണ സെക്രട്ടറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ട് കാണാതെ പഠിക്കണം. ഇത് എത്ര പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഈ ടോപ്പിക്ക് നോക്കി പഠിക്കണം. EACPM
സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിനായിട്ട് സ്ഥാപിതമായ കൗൺസിലാണ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ EAC-PM എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ ബിബേക് ദബ്രോയിയാണ്. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരെന്ന് ചോദിച്ചാൽ വി അനന്ത നാഗേശ്വരനാണ്. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പദവിയിലെത്തിയ ആദ്യ വനിത ഗീത ഗോപിനാഥ്. ഈ IMFൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയാണ് ബൾഗേറിയക്കാരി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ദാരിദ്ര്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിരിക്കുക. 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന 50 മിനിറ്റ് ടോപ്പിക്ക്. ഓക്കെ, ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.